وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ആയത്ത് 41-42. وآمنوا بما أنزلت مصدقا لما معكم. നിങ്ങളുടെ കൂട്ടത്തിലുള്ള സന്ദേശങ്ങളെ ശരിവെക്കുന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക. ولا تكونوا أول كافر به. നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെ ആളുകളാകരുത്. ولا تشتروا بآياتي ثمنا قليلا. എന്റെ വചനങ്ങളെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ വിൽക്കരുത്. വഇയ്യായ ഫത്തഖൂൻ. എന്നോട് മാത്രം ഭയഭക്തി പുലർത്തുക. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്. വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കരുത്. ഇസ്രായേൽ സന്തതികളോടും നമ്മോടും പടച്ചമ്പുരാൻ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് ഈ ആയത്തുകളും. ഒന്നാമത്തെ ഉപദേശം, ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പക്കൽ ഒരു ദൈവിക ഗ്രന്ഥമുണ്ട്, പടച്ചവന്റെ സന്ദേശമുണ്ട്. അതിനെ ശരിവെക്കുന്ന നിലയിൽ ഞാൻ അന്തിമമായി മറ്റൊരു സന്ദേശം കൂടി ഇറക്കിയിരിക്കുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അതിൽ നിങ്ങൾ വിശ്വസിക്കുക. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല നബിമാർക്കും വിശുദ്ധ വേദങ്ങൾക്കും എതിരായ ഒരു മാർഗവുമായിട്ടല്ല വന്നിട്ടുള്ളത്. മറിച്ച് അടിസ്ഥാനപരമായി മുഴുവൻ പ്രവാചകന്മാരുടെയും സന്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പുതിയ കാര്യവുമായിട്ടല്ല വന്നിട്ടുള്ളത്. നിങ്ങളുടെ പക്കലുള്ള സന്ദേശത്തിന്റെ ശരിയായ രൂപം, അതിന്റെ സമ്പൂർണ്ണ ദർശനം, അതുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആകയാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കും. وآمنوا بما أنزلت مصدقا لما معكم. നിങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട്, അന്ത്യപ്രവാചകനായി ഞാൻ വരും, പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന്. ഇതാ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു, അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി വന്നിരിക്കുന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളെയും വാസ്തവീകരിക്കുന്ന, ശരിവെക്കുന്ന ഒരു മഹത്തായ സന്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഗ്രന്ഥമിറങ്ങിയിട്ടുണ്ട്, പ്രവാചകന്മാര് വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ശരിവെക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണിത്.
ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെ ആളുകളാകരുത്, അവസാനത്തെ ആളുകളാകാമെന്നോ അങ്ങനെയല്ല ആശയം. മറിച്ച് നിങ്ങൾ ഇതിനെ നിഷേധിക്കുന്നതിൽ മാതൃക കാട്ടരുത്. വേദങ്ങളുമായി പ്രവാചകന്മാരുമായി ബന്ധമുള്ള നിങ്ങൾ ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും തെറ്റിദ്ധരിച്ച് നിഷേധിക്കാൻ കാരണമായി തീരും. അങ്ങനെ നിങ്ങൾക്ക് 2 പാപമുണ്ടാകും. ഒന്ന് നിഷേധത്തിന്റെ പാപം, 2 നിഷേധത്തിന് വഴികാട്ടിയതിന്റെ മാതൃക കാണിച്ചതിന്റെ പാപം. അതുകൊണ്ട് അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി ശരിയാണെന്ന് മനസ്സിലാക്കിയവർ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കൂടുതൽ കഴിവുള്ളവർ, അവർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ വീഴ്ച അവരുടെ മാത്രം വീഴ്ചയല്ല, മറ്റുള്ളവരുടെയും കൂടി വീഴ്ചയ്ക്ക് കാരണമാണ്. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ, എന്റെ വചനങ്ങളെ വിറ്റ് നിങ്ങൾ കുറഞ്ഞ വില വാങ്ങരുത്. പണ്ഡിതന്മാർ പടച്ചവന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരികിടകൾ കാട്ടിയോ കുറഞ്ഞ വില വാങ്ങരുത്. അതുപോലെ സാധാരണക്കാർ പടച്ചവന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നിസ്സാരമായ ലാഭങ്ങളുടെ പേരിൽ പടച്ചവന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ആ ലാഭം കരസ്ഥമാക്കരുത്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട സൂചന കൂടിയുണ്ട്. അന്നും ഇന്നും ദൈവിക വചനങ്ങളെ വളച്ചൊടിക്കുന്നതും പടച്ചവന്റെ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നതും ബാഹ്യമായി വലിയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. അത്തരക്കാർക്ക് വലിയ വലിയ ലാഭങ്ങൾ ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഖുർആൻ അറിയിക്കുന്നു, അതിന്റെ പേരിൽ നാളെ ഉണ്ടാകാനിരിക്കുന്ന നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും മുന്നിൽ നിങ്ങളുടെ ഈ കാറുകളും ഈ സമ്പത്തുകളും സ്ഥാനങ്ങളും മാനങ്ങളും വെറും നിസ്സാരമാണ്, വെറും നിസ്സാരമാണ്. വഇയ്യായ ഫത്തഖൂൻ, ഈ ഉപദേശത്തിന്റെ ചാലക ശക്തി എന്നെ മാത്രം നിങ്ങൾ സ്നേഹിച്ച് ഭയന്ന് കഴിയലാണ്. പടച്ചവനോടുള്ള സ്നേഹം, പടച്ചവനുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള അടുപ്പം. പടച്ചതമ്പുരാനാണ് എന്നെ ഈ ലോകത്ത് ജീവിപ്പിച്ചത്. നാളെ അവന്റെ മുന്നിൽ പോയി നിൽക്കണം. തരാതരം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹമായ പ്രവാചകനുമായും വിശുദ്ധ ഗ്രന്ഥവുമായും എനിക്ക് ബന്ധം നൽകിയിരിക്കുന്നു എന്നുള്ള ഈ സ്നേഹത്തിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ നിങ്ങൾ പടച്ചവനുമായിട്ടടുക്കിൻ, പടച്ചവനെ ഭയക്കിൻ. വഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയക്കിൻ, എന്നോട് മാത്രം ഭക്തി പുലർത്തിൻ. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, സത്യത്തെ അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. കുറെ കാര്യങ്ങൾ ശരി, അതിന്റെ കൂട്ടത്തിൽ കുറെ തെറ്റുകൾ. മുഹമ്മദ് നബി ശരിയൊക്കെ തന്നെയാണെങ്കിലും കുറെ തെറ്റുകളുമുണ്ട്. ഇങ്ങനെ നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. മുഹമ്മദ് നബി 100% ശരിയാണ്. തെറ്റ് വല്ലതും കാണപ്പെടുന്നെങ്കിൽ നമ്മളുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും കുറവാണ്. പടച്ചവന്റെ കുറെ കൽപ്പനകളെല്ലാം കൊള്ളാം, കുറെ കൽപ്പനകൾ കൊള്ളില്ല. ഇല്ല, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഈ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കുന്നത്
പടച്ചവന്റെയും പ്രവാചകന്റെയും വിഷയത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ വിഷയത്തിലും പാടില്ല. അദ്ദേഹം ആള് കൊള്ളാം, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കുറേ പരദൂഷണങ്ങളും അപരാധങ്ങളും പറയും. കഠിന കുറ്റമാണ്, സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കലാണ്. ആധുനിക രാഷ്ട്രീയ ശൈലിയാണ്. കുറെ നന്മകൾ പറഞ്ഞ് പിന്നെ അതിനുശേഷം പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പരദൂഷണങ്ങളും അപരാധങ്ങളും പറയൽ. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കരുത്. ഒരു കാര്യത്തെപ്പറ്റി അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യത്തെപ്പറ്റി അറിയാം, അതിനുശേഷം അതിനെ മറച്ചു വെക്കരുത്. അള്ളാഹുവിനെ പറ്റി അറിയാം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചറിയാം, ചോദിക്കപ്പെട്ടു, ഉള്ളതുപോലെ പറയണം. പ്രവാചകരെ കുറിച്ച് ചോദിക്കപ്പെട്ടു, അറിയാം, ഉള്ളതുപോലെ പറയണം. സത്യത്തിന്റെ സന്ദേശത്തെക്കുറിച്ച് പറയപ്പെട്ടു, ഉള്ളതുപോലെ പറയണം. മറ്റു കാര്യങ്ങളിലും ഒരു വ്യക്തിയെപ്പറ്റി അഭിപ്രായം ചോദിക്കപ്പെട്ടു, പ്രത്യേകിച്ചും വൈവാഹിക വിഷയങ്ങൾ, മനുഷ്യരുടെ ഭാവി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഒരാളെപ്പറ്റി നമുക്ക് ശരിയറിയാം, ഉള്ളത് പറയും. ഒരാളുടെ തിന്മയറിയാം, ആ സമയത്തുള്ള തിന്മ, അതിൽ കൂട്ടലോ കുറയ്ക്കലോ കൂട്ടാതെ അത് പറയും. വളരെ ശ്രദ്ധിക്കണം. വൈവാഹിക വിഷയത്തിൽ ആലോചനയുമായി നമ്മുടെ അരികിൽ ആരെങ്കിലും വന്നു, വല്ല തെറ്റുകളും അവരിലുണ്ടെങ്കിൽ ആ സമയത്തുള്ള തെറ്റ് 25 വർഷങ്ങൾക്ക് മുമ്പും 4 പരമ്പരകൾക്ക് മുമ്പുള്ള തെറ്റല്ല, ആ സമയത്തുള്ള തെറ്റ് ഉള്ളതുപോലെ പറയണം. ഇന്ന് 2 കുഴപ്പമുണ്ട്. ചിലപ്പോൾ കാര്യം മറച്ചു വെക്കും, ചിലപ്പോൾ ഇല്ലാത്തത് പറയും. 2 അപകടമാണ്. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അന്ത്യപ്രവാചകരിൽ വിശ്വസിക്കിൻ. പരിശുദ്ധ ഖുർആനും അന്ത്യപ്രവാചകന്റെ സന്ദേശങ്ങളും മുൻകഴിഞ്ഞ നബിമാരുടെ സന്ദേശങ്ങളാണ്. ആ നബിമാരുടെ സുവാർത്തയുടെ പുലർച്ചയാണ് ഖുർആൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷേധത്തിൽ മാതൃക കാട്ടരുത്, 2 കുറ്റമുണ്ടാകും. തിന്മകളിൽ മാതൃക കാട്ടരുത്, 2 കുറ്റമുണ്ടാകും. കുറഞ്ഞ വിലയ്ക്ക് സത്യത്തിന്റെ സന്ദേശങ്ങളെ വിൽക്കരുത്, പടച്ചവന്റെ കൽപ്പനകളെ ലംഘിക്കരുത്. അത് ബാഹ്യമായി വലിയ ലാഭമാണെങ്കിലും തികഞ്ഞ നഷ്ടമാണ്. പടച്ചവനോടുള്ള ഭക്തിയും സ്നേഹവും ആദരവും നിരന്തരം നിലനിർത്തി വർദ്ധിപ്പിക്കും. സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴയ്ക്കരുത്. മനസ്സിലാക്കിയ സത്യങ്ങൾ പറയണം, പക്ഷേ പറയേണ്ടതുപോലെ പറയുകയും വേണം. ഇല്ലാത്തത് പറയരുത്, ഉള്ളതിനേക്കാൾ കൂട്ടരുത്, എരിവും പുളിയും ചേർക്കരുത്. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. അള്ളാഹു ഈ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പാരായണവുമായി ബന്ധപ്പെട്ടത് വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹ്. ഈ ബിഹി എന്നതിൽ ഹായുണ്ട്. കൂട്ടിയോതുമ്പോൾ അത് ഉച്ചരിക്കണം, നിർത്തുമ്പോൾ ഹായുടെ ശബ്ദത്തിൽ നിർത്തണം. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ. വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا
وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون